ഞാൻ മ്യൂസിക് കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ മ്യൂസിക് ഉണ്ട് എന്ന് പറയും. അപ്പം ഞാൻ പറയും ഞാനിതൊക്കെ പഠിച്ചെടുത്തതാണ്. ഇത് ഒരാൾ കാണുന്ന സമയത്ത് അയാളുടെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പഠിച്ചെടുക്കുകയും അത് കുറച്ചുകൂടെ നമ്മൾ അറിയാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് എത്തിയാലേ നമുക്കത് കൃത്യമായിട്ട് ഉള്ളിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് പറയുമ്പോൾ ആൾക്കാർ പറയും ഇത് അല്ല, നിങ്ങളുടെ ഉള്ളിൽ മ്യൂസിക് ഉണ്ട് എന്ന് പറയുന്നത് ഒന്ന് ദൈവികമാണെന്ന് കൂടെ പറയാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമവും കൂടെ ഉണ്ട്. സത്യത്തിൽ ഇത് എത്രത്തോളമാണ് നമ്മൾ മ്യൂസിക് സെൻസ് എന്ന് പറയുന്നത് നമ്മുടെ പരിണാമപരമായിട്ടുള്ളൊരു അറിവായിരിക്കാം, കഴിവായിരിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ ഒരു രക്ഷപ്പെടലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയ ഒരു എബിലിറ്റിയെ നമ്മൾ വേറൊരു തരത്തിൽ ഉപയോഗിക്കുന്നതായിരിക്കാം. പക്ഷേ ഈ ഉള്ളിലുണ്ട് സംഗീതം എന്ന് പറയുന്ന വാദത്തിനെ എത്ര ശതമാനം നമ്മൾ വിശ്വസിക്കണം? എല്ലാവരുടെയും ഉള്ളിൽ സംഗീതമുണ്ട്, അതുകൊണ്ടാണ് നമുക്കിത് ആസ്വദിക്കാൻ പറ്റുന്നത്. അതായത് സംഗീതം ഒരു പാറ്റേൺ ആണ് പിന്തുടരുന്നത്. നമ്മളുടെ ഒരു യൂണിവേഴ്സൽ സ്വഭാവം, മനുഷ്യനൊരു പാറ്റേൺ സീക്കിങ്, പാറ്റേൺ ലവിങ് ആനിമലാണ്. അത് മറ്റ് ജീവികൾക്ക് മുകളിൽ നമുക്ക് ഈ അപ്പർ ഹാൻഡ് വരുന്നതിൽ നമ്മളുടെ പാറ്റേൺ തിരിച്ചറിയാനുള്ള നമ്മുടെ കഴിവിന് ഭയങ്കര വലിയ റോളുണ്ട്. അതായത് ഈ പാറ്റേണിൻ്റെ സുഖം എന്താണെന്നറിയാമോ? പാറ്റേൺ പ്രഡിക്റ്റബിൾ ആണ്. അതായത് ഇങ്ങനെ ഒരേ പാറ്റേൺ ഇങ്ങനെ ആവർത്തിച്ച് പോയി കഴിഞ്ഞാൽ കുറച്ച് അപ്പുറത്തേക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ മനുഷ്യൻ എങ്ങനെയാണ് വേറൊരു ജീവിക്കും 5 കൊല്ലം കഴിഞ്ഞുള്ള കാര്യം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. വളരെ ക്വിക്ക് പ്രഡിക്ഷൻസേ ഉള്ളൂ. ഇവിടുന്ന് ഓടിക്കഴിഞ്ഞാൽ അവിടുന്ന് വരുന്നതിനെ പിടിക്കാൻ പറ്റും, ഇങ്ങനത്തെ പ്രഡിക്ഷൻസേ ഉള്ളൂ. നമ്മളങ്ങനെയല്ല, നമ്മൾ വളരെ മുൻകൂട്ടിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ കഴിവിൽ ഈ പാറ്റേൺ സീക്കിങ്ങിന് വലിയൊരു പങ്കുണ്ട്. ചിലയിടങ്ങളിൽ ഈ പാറ്റേൺ ഓവറായി പോയി, ഇല്ലാത്തടത്ത് നമ്മൾ പാറ്റേൺ കണ്ടെത്തും. ഈ അന്ധവിശ്വാസങ്ങൾ പലപ്പോഴും അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഇല്ലാത്ത പാറ്റേൺ നമ്മൾ കണ്ടുപിടിക്കും. പക്ഷേ പാറ്റേൺ സീക്കിങ് സ്വഭാവം ഉള്ളതുകൊണ്ട് നമുക്ക് പാറ്റേൺസ് ഇഷ്ടമാണ്. ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ക്രിക്കറ്റിൻ്റെയൊക്കെ സ്റ്റേഡിയത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, കളി കഴിഞ്ഞിട്ടൊക്കെ ഈ പ്ലെയേഴ്സിനെയൊക്കെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന സീനുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ ഈ സ്പോൺസേഴ്സിൻ്റെ ലോഗോ കാണുമല്ലോ. പക്ഷെ ആ ലോഗോ ഒരൊറ്റ വലിയ ലോഗോ പ്രിന്റ് ചെയ്ത് വെക്കുകയല്ല അവർ ചെയ്യുക. പകരം ആ ലോഗോ ഇങ്ങനെ ടൈൽ ചെയ്ത് വെക്കും, ചെറുതായിട്ട് പ്രിന്റ് ചെയ്ത് വരി വെക്കും. അതാണ് കൂടുതൽ ഭംഗി നമുക്ക് തോന്നുന്നത്. കാരണം വി സി എ പാറ്റേൺ. ഒറ്റ ലോഗോയിൽ പാറ്റേൺ ഇല്ല. അപ്പോൾ നമ്മളിങ്ങനെ ആവർത്തിക്കുന്നത്, സിമെട്രിക്കലായിട്ട് കാണുന്നത്, ഇതെല്ലാം നമുക്കിപ്പോൾ ഒരാളുടെ മുഖമായിക്കൊള്ളട്ടെ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭംഗിയുള്ള മുഖം നമ്മൾ വിളിക്കുന്നത് ശരിക്കും സിമെട്രിക്കലായിട്ടുള്ള കേസാണ്. സൗന്ദര്യത്തിന് സിമെട്രി മാത്രമല്ല, ഒരുപാട് ഘടകങ്ങളുണ്ട് അതിനകത്ത്. കുറച്ച് പൊളിറ്റിക്കൽ മീനിങ് ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് സൗന്ദര്യം. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിമെട്രിയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൗന്ദര്യത്തിൻ്റെ ഒരു അളവുകോലായിട്ട് എടുക്കുന്ന ഒരു ക്വാണ്ടിറ്റി. ഈ സിമെട്രിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. സിമെട്രി ഒരു സൈഡ് പോലെയാണ് മറ്റേ സൈഡും വരുന്നത്. അപ്പോൾ ഇതറിയാമെങ്കിൽ അത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. പാട്ടിന് ഇതാ ഉള്ളത്. നിങ്ങൾ നോക്കി എനിക്കറിയാം അടുത്ത താഴെ ഞാൻ എന്താ വരാൻ പോകുന്നത്. ഈ പാറ്റേൺ ഫോളോ ചെയ്യാണല്ലോ. ഇത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ പാറ്റേൺ ബ്രേക്ക് ചെയ്തുകൊണ്ടും നമ്മൾ ഭംഗി ഉണ്ടാക്കും. അതാണ് ഈ ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള മ്യൂസീഷ്യൻസ് പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് ട്വിസ്റ്റ് ഇടും. നമ്മൾ ട്വിസ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണ്. അത് കൂടെ വേറൊരു, നമ്മൾ തമാശ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? തമാശയിൽ ട്വിസ്റ്റ് ആവുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു സാധനം. അത് നമ്മൾ ആ സസ്പെൻസ് നമ്മൾ ആസ്വദിക്കും. ഒരു മൈൽഡ് ലെവൽ ആ സസ്പെൻസ് നമ്മൾ ആസ്വദിക്കും. അപ്പം അത് ഒരു സൈഡ്. പക്ഷെ ബേസിക്കലി പാറ്റേൺ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മ്യൂസിക് ഉണ്ടാക്കാൻ പറ്റില്ല. ഈ പാറ്റേൺ പിന്തുടരാൻ പറ്റുക, മറ്റൊരു റെഫറൻസ് ഇല്ലാതെ ഉള്ളിൽ അത് പിന്തുടരാൻ പറ്റുക എന്ന് പറയുന്നതാണ് മ്യൂസിക്കൽ എബിലിറ്റി ആയിട്ട് മാറുന്നത്. അത് ട്രെയിൻ ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ റിതം ട്രെയിൻ ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിച്ചിട്ടില്ലേ? മറ്റേ മെട്രോണോം എന്ന് പറയുന്ന സംഗതി ബാക്കിലൊരു താളം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ ശീലിക്കും, താളം തെറ്റാതെ പാടി പഠിപ്പിക്കുക. പിന്നെ വിരലൊക്കെ വെച്ച് ഇങ്ങനെ കൗണ്ട് ചെയ്യുന്ന പരിപാടികളുണ്ട്. പിച്ച് എങ്ങനെയാണ് ആൾക്കാർ ചെയ്യുന്നത്? ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട്, അതായത് ഒരു സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്തിട്ട് ഒരു പ്രത്യേക ഫ്രീക്വൻസി വൈബ്രേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. പ്യുവർ ഫിസിക്സ് ആണ്. ഇന്ന നീളം ഇന്ന മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ അടിച്ചു കഴിഞ്ഞാൽ ഇത്ര ഫ്രീക്വൻസി കേൾക്കും. അങ്ങനെയാണ് ഗിറ്റാർ സ്ട്രിങ്ങും വീണയുടെ സ്ട്രിങ്ങും വയലിൻ്റെ സ്ട്രിങ്ങും എല്ലാം വർക്ക് ചെയ്യുന്നത്. ആ സ്ട്രിങ്ങിനെ വൈബ്രേറ്റ് ചെയ്തിട്ട് ആ ശബ്ദം പോലെ തോന്നിക്കുന്ന രീതിയിൽ തൊണ്ട വെച്ച് പാടുക. എത്ര നേരം അതിൻ്റെ കൂടെ പിടിച്ചു നിർത്താൻ പറ്റുമോ അത്രത്തോളം തൊണ്ട പഠിക്കും. മസിൽ മെമ്മറി എന്ന് പറയുന്ന സംഗതിയാണ്. തൊണ്ടയിലിരിക്കുന്ന ഈ വോക്കൽ കോഴ്സും ബേസിക്കലി മസിൽസ് ആണ്. അതിനൊരു പ്രത്യേക ഫ്രീക്വൻസിയിൽ സ്ഥിരമായിട്ട് വൈബ്രേറ്റ് ചെയ്ത് ശീലിച്ചാൽ അത് താനെ ആ ഫ്രീക്വൻസിയിൽ അടുത്ത് എവിടെയെങ്കിലും വന്നാൽ ആ ഫ്രീക്വൻസിലോട്ട് വീണോളൂ. അങ്ങനെയാണ് ഈ ശ്രുതി ശുദ്ധമായിട്ട് നമുക്ക് പാടാൻ പറ്റും. ഈ പാട്ട് പഠിക്കാൻ പോകുന്ന പലരും ആദ്യത്തെ അവരുടെ നിരാശ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അതായത് ഈ സാരിഗാമയാണ് പഠിപ്പിക്കുന്നത്. ഇവര് ഹരിമുരളി രൂപം പഠിക്കാനാണ് പോകുന്നത്. പക്ഷെ ഹരിമുരളി രൂപത്തിൽ എത്താൻ ഒരുപാട് തീർത്തില്ല. ഇത് മുഴുവൻ സാരി ഇങ്ങനെ ഭയങ്കര ബോറടിച്ചിട്ട് നിർത്തിയ ആൾക്കാർ. എന്താ കാര്യം? ഈ സാ എന്ന് പറഞ്ഞ അക്ഷരമല്ല പഠിക്കുന്നത്. സാ എന്ന് പാടുന്ന പിച്ച്, ആ ശ്രുതി, അതിൻ്റെ ഫ്രീക്വൻസിയിൽ തന്നെ വോക്കൽ കോഴ്സിനെ വൈബ്രേറ്റ് ചെയ്യിക്കാനാണ് പഠിപ്പിക്കുന്നത്. അത് ചെയ്താൽ പഠിക്കുന്നത്. അത് കുറേ കഴിയുമ്പോൾ ശീലമാകും. ഇത് നമ്മളിന്ന് ലെജൻഡ്സ് എന്നൊക്കെ വിളിക്കുന്ന പല മ്യൂസീഷ്യൻസും എപ്പോഴും ഇത് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. ഞാൻ അടുത്തിടെ ഒരു പ്രോഗ്രാമിലാണ് ഹരിഹരൻ ഇത് പറയുന്നത്. ഹരിഹരനെ കുറിച്ച് സ്റ്റീഫൻ ദേവസി പറയുന്നത് ഞാൻ കേൾക്കുന്നു. ഹരിഹരൻ ഇപ്പോഴും വീട്ടിൽ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴോ എന്തെങ്കിലും ചെയ്തുകൊണ്ട് വെക്കുമ്പോൾ സൈഡിലൊരു
ഒരു നോട്ട് പ്ലേ ചെയ്യും ശ്രുതിപ്പെട്ടിയിൽ. എന്നിട്ട് പുള്ളി വെറുതെ തൊണ്ട ആ ശ്രുതിയിൽ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കും. ഹരിഹരൻ ഇനി പാടാൻ പറ്റുന്ന ഇനി ആരോടാണ് തെളിയിക്കാൻ പോകുന്നത്? ഇതാണ് വ്യത്യാസം. ലോകം മുഴുവനും നടന്ന് ഇവരിപ്പോഴും ഇത് ചെയ്യുന്നു. യേശുദാസ് 80ാമത്തെ വയസ്സിൽ ഇത് ചെയ്യുന്നുണ്ട്. അതാണ് ഇവരെ ഈ കാണുന്ന ആൾക്കാരാക്കുന്നത്. അവര് ജനിച്ച ടാലന്റ് വെച്ചോണ്ടിരുന്ന അവിടെ ഇരിക്കത്തുള്ളൂ. ജനിച്ച ടാലന്റുള്ള ഒരുപാട് പേരുണ്ടല്ലോ, ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ പാടാൻ പറ്റുന്നവർ, ഋതം ഫോളോ ചെയ്യാൻ പറ്റുന്നവർ, പിച്ച് വ്യത്യാസം മനസ്സിലാവുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ തൊണ്ട അവിടെ നിർത്താൻ പറ്റണം. എന്നിട്ട് ഈ ഋതത്തിനനുസരിച്ച് ഇത് മാറ്റാൻ പറ്റണം. അത് പഠിക്കുന്നതാണ്. അത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചറിൻ്റെ അടുത്ത് പോയി അരമണിക്കൂർ പഠിച്ചിട്ട് തിരിച്ചു വരുന്ന ആളിനെ പോലെ അല്ല. അയാൾ ടീച്ചറിൻ്റെ അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് പഠിക്കുന്നത്, വന്നിരുന്നിട്ട് ഈ ചെയ്ത് പഠിക്കും. കാരണം ഇത് ശരീരത്തിന്റെ ഭാഗമാവണം. ഈ പ്രാക്ടീസ് വളരെ വളരെ ക്രിട്ടിക്കലാണ്. നമ്മുടെ നാട്ടിൽ ഇതിങ്ങനെ കുഴഞ്ഞു മറിച്ചിട്ടേക്കാണ്. ഗുരുനാഥനെന്നേ പറയൂ, ടീച്ചറെന്ന് പോലും പറയത്തില്ല. കാരണം ഇതിങ്ങനെ ഭയങ്കര റിലീജിയസ് ആയിട്ട് നമ്മൾ അതിനെ കെട്ടിവെച്ചിട്ട്, റിലീജിയസ് അല്ലാതെ പാട്ട് പഠിക്കുന്നത് ഏതാണ്ട് അസാധ്യമാണ് നമ്മുടെ നാട്ടിൽ. എല്ലാവരും വന്ന് മറ്റേ പാദപൂജയൊക്കെ ചെയ്യുന്നു, ദക്ഷിണ വെക്കുന്നു. ഇതൊന്നും ആവശ്യമില്ല. നിങ്ങൾ ഈ പിച്ചും ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാട്ടല്ല. നിങ്ങൾക്ക് എത്രത്തോളം സമയം അതിന് വേണ്ടി കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കുറച്ച് ചെറുപ്പത്തിലേക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെയൊക്കെ ഫ്രീ ടൈം ഉള്ളപ്പോൾ നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് തെളിയും. പ്രായമായി കഴിഞ്ഞിട്ടാണ് ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടില്ല. നമുക്ക് മറ്റ് ബാധ്യതകളും ഒക്കെ ഉണ്ടാകുന്നുള്ളതുകൊണ്ട് നമുക്ക് അത്രയൊക്കെ സമയം കണ്ടെത്താൻ പറ്റും എന്ന വ്യത്യാസമേ ഉള്ളൂ. ഞാനെപ്പോഴും ആവർത്തിക്കുന്നത്, എനിക്ക് വിഷമമുള്ളതുകൊണ്ടുകൂടിയാണ് ഞാനിത് പറയുന്നത്. ആളുകളെ അവരിടുന്ന എഫർട്ടിനെ കാണാതെ ഇത് ആരോ ഫ്രീ ആയിട്ട് കൊടുത്താണെന്ന് മറ്റിലാണ് അവരെ പോയിട്ട് അല്ല. ഇത് അവരുടെ എഫർട്ടിനെയാണ് ബഹുമാനിക്കേണ്ടത്. ഇനി അവരതിനെ എങ്ങനെയൊക്കെ അവതരിപ്പിച്ചാലും, അവരിനി അനുഗ്രഹമാണെന്ന് പറഞ്ഞാൽ പോലും അവരതിനകത്തിടുന്ന എഫർട്ട് ആണ് ഏറ്റവും പ്രധാനം. അത് സിംപിളി ലേണിംഗ് ആണ്. നമ്മൾ ബാക്കി വിഷയങ്ങളിൽ ക്രിക്കറ്റ് കളിക്കാരൻ ക്രിക്കറ്റ് കളിക്കാൻ പഠിക്കുന്നത് പോലെയോ ചെസ്സ് കളിക്കാരൻ ചെസ്സ് കളിക്കാൻ പഠിക്കുന്ന പോലെയോ ആ ഒരു പഠനമാണ്. അതിന് അപ്പുറത്തേക്ക് അതീന്ദ്രിയമായിട്ടോ അല്ലെങ്കിൽ അതിദൈവികമായിട്ടോ ഒന്നും അതിനകത്തില്ല. ഈ മസിൽ മെമ്മറിയെ കുറിച്ച് പറഞ്ഞു പോയി. മസിൽ മെമ്മറിയിലെ ലിറിക്സ് ഓർക്കാൻ പറ്റുമോ? ലിറിക്സ് മസിൽ മെമ്മറി അല്ല, അത് നമ്മുടെ ബ്രെയിനാണ് ലിറിക്സ് ഓർത്തെടുക്കുന്നത്. ആ ലിറിക്സിലെ അക്ഷരങ്ങളൊക്കെ ഈ പിച്ചിൽ തന്നെ പറയണമല്ലോ. സരി സരി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ 2-3 സ്വരങ്ങളുടെ അക്ഷരങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതുപോലും അറിയാമല്ലോ, പാട്ട് പഠിക്കുന്ന ആൾക്കാർ സാരീഗമ മാത്രമല്ല, അവർ ഇതേ പിച്ചിൽ ആ വെച്ച് മറ്റക്ഷരങ്ങളും ഒക്കെ വെച്ച് പഠിച്ചു പോകും. അപ്പം നമ്മൾ ഒരു ലിറിക്സ് ഉള്ളൊരു പാട്ട് ഇങ്ങനെ പാടുമ്പോൾ ലിറിക്സിലൊരു വാക്കുണ്ടാവും, നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അപ്പോൾ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഉപയോഗിക്കുമ്പോഴത്തേക്കും എന്നെ കൊണ്ടാവുമ്പോഴെല്ലാം ഞാൻ ചെയ്യാം എന്ന് പറയുന്നത് എന്നെ കൊണ്ടാവുമ്പോഴെല്ലാം ഞാൻ ചെയ്യാം. ഇത് അക്ഷരം സെയിമാണ്, പക്ഷെ എല്ലാ അക്ഷരവും ഒരേ പിച്ച് പാടാൻ പറ്റില്ല. ഫ്രീക്വൻസി മാറ്റണം. ഇത് മാറ്റുന്നതും അടുത്ത ഒരു ഇതിൽ നിന്ന് അടുത്ത നോട്ടിലേക്ക് വരുന്നതിനുള്ള സമയ വ്യത്യാസമൊക്കെ കൃത്യമായിട്ട് പാലിച്ചു പോയി കഴിഞ്ഞാൽ അത് മ്യൂസിക്കിലാവും. അല്ലാന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ കോൺവെർസേഷനായിട്ട് മാറും. മ്യൂസിക്കിലാക്കുന്നത് ഈ വേരിയേഷനാണ്. അത് ലിറിക്സ് ഉണ്ടെങ്കിൽ ലിറിക്സിൽ അക്ഷരങ്ങൾ അവിടെ പിടിക്കാൻ പറ്റണം. പിന്നെ ചില വാക്കുകൾ അതിൽ മീറ്ററിൽ ഫിറ്റ് ആവില്ല. അതാണ് ലിറിസിസ്റ്റിന്റെ കഴിവ്. ആ സ്ഥലത്ത് ഫിറ്റ് ആവുന്ന വാക്കുകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇവരുടെ എല്ലാം ഓരോരുത്തർക്കും വേണ്ടത് ഓരോ തരം കഴിവുകളാണ്. അതെല്ലാം അവർ അറിഞ്ഞിട്ടെടുക്കുന്നത് കുറേയൊക്കെ അവർക്ക് നാച്ചുറലി കിട്ടുന്ന ഇൻസ്റ്റിങ്ക്റ്റുമാണ്.